നമസ്കാരം. അപ്പോൾ എല്ലാവരും ആകാംക്ഷയിലും ഒപ്പം തന്നെ ആവേശത്തിലുമാണ്. കാരണം ഓരോ സ്ഥലത്തും ആര് ജയിക്കും എന്നുള്ളത് പ്രവചിക്കാൻ ആവാത്ത ഒരവസ്ഥയിലുമാണ്. ഈ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള പ്രചരണത്തിന് സ്ഥാനാർത്ഥികൾക്ക് സമയമൊട്ട് കിട്ടിയില്ല താനും. എന്നാൽ കിട്ടിയ സമയം അവർ ശരിക്ക് വിനിയോഗിക്കുകയും ചെയ്തു. എൻ്റെ കൂടെ ഇന്ന് ഈ ചർച്ചയിൽ ഉള്ളത് പത്തനംതിട്ടയിലെ സീനിയറായ മാധ്യമപ്രവർത്തകൻ സാം ചെമ്പകത്തിലാണ്. അദ്ദേഹം നേരത്തെ കേരള കൗമുദിയുടെ ചീഫായിരുന്നു, ഒപ്പം തന്നെ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു. നീണ്ട 30 വർഷക്കാലത്തോളം പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് നല്ല ആഴത്തിലുള്ള അറിവുണ്ട്. ഒപ്പം തന്നെ ഏകദേശം അതുപോലെ തന്നെ 30 വർഷക്കാലമായി ഞാനും മാധ്യമ രംഗത്തുണ്ട്. ഒരുപാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലയിലെ ഒരു പൊതുവെയുള്ള നിരീക്ഷണമാണ് ഞങ്ങൾ ഈ ചർച്ചയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു 3 സെഗ്മെൻറ്റായിട്ടാണ് ഞങ്ങൾ ഈ ചർച്ച നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഉണ്ടാകുന്ന വികാരം ജനങ്ങളുടെ മുമ്പിൽ പാർട്ടികൾ അവതരിപ്പിച്ചത് എങ്ങനെയാണ്, ജനങ്ങൾ അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒന്നും. മറ്റൊന്ന്, ഈ ഓരോ മണ്ഡലത്തിലും ജില്ലയിലെ ഓരോ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കും. മൂന്നാമത്, ജില്ലയിലെ 5 മണ്ഡലത്തിലും ആരായിരിക്കും വിജയികളാകാൻ സാധ്യത. അത് ഞങ്ങൾ കണ്ടെത്തിയ ഒരു നിരീക്ഷണം മാത്രമാണ്. ആര് വിജയിക്കും എന്നുള്ളത് നിങ്ങളുടെ കൈവശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊരു സാഹചര്യം അതിന് ജനങ്ങൾ ഏത് രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിരിക്കുന്നത് മാത്രം വിശകലനം ചെയ്യാൻ ഞങ്ങളോട് സാധിക്കുകയുള്ളൂ. അതൊരു അന്തിമമായ ഫലമൊന്നുമല്ല, ഒരു പ്രതീക്ഷകൾ മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF അല്ലെങ്കിൽ LDF ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ആണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സൗജന്യം രണ്ടുപേരും കൊടുത്തിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ തവണ LDF കൊടുത്തിരുന്നത് കിറ്റ് കൊടുത്ത് അത് വളരെയധികം സക്സസ്സായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ കിറ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റ് പല കിറ്റുകളും ജനത്തിന് കൊടുക്കുകയാണ് രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു മുന്നോട്ടുള്ള ഭരണത്തിന് നല്ലതാണോ എന്നുള്ളതാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത കാലത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ നിരീക്ഷിച്ച് നോക്കുമ്പോൾ സൗജന്യങ്ങൾ കൂടുതലായിട്ട് കൊടുത്ത് ജനങ്ങളും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. സൗജന്യങ്ങൾ കൂടുതലായിട്ട് ജനങ്ങൾക്ക് നൽകി വോട്ടർമാരെ ആകർഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, മറ്റ് തമിഴ്നാട്ടിലുണ്ട്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിലുള്ള മുന്നണികൾ വരെ ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ ജനങ്ങൾക്ക് നൽകി ജനങ്ങളെ ആകർഷിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളം നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഇടയിലാണ് കുറേ കൂടി ജനങ്ങളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള സൗജന്യം. എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്തും പ്രളയകാലത്തുമാണ് അന്ന് സൗജന്യം കൊടുത്തത് ആവശ്യമായിരുന്നു. യഥാർത്ഥത്തിൽ അത്തരത്തിൽ സൗജന്യങ്ങൾ നൽകിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഇവിടെ വിജയിച്ചത്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇത്തരത്തിൽ ഗവൺമെൻറ്റിന് കിട്ടിയതായ ആ ഒരു സന്ദർഭം അവരുപയോഗിച്ച് കിറ്റുകളും മറ്റും നൽകി ജനങ്ങളെ ആകർഷിച്ച് അത്തരത്തിൽ വിജയിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ അത് ഇത്തവണ വീണ്ടും കോൺഗ്രസ് ആണെങ്കിലും ശരി അത്തരം സൗജന്യങ്ങളെ വരും. KSRTCയിലെ ബസ്സിൽ യാത്ര ഫ്രീ, കുട്ടികൾക്ക് 1000 രൂപ സ്റ്റൈഫൻഡ് എന്നൊക്കെ പറഞ്ഞൊരു വരുന്നുണ്ട്. UDF മുന്നോട്ട് വെച്ചതായ സൗജന്യങ്ങളെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ? ഒട്ടേറെ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള കുടുംബങ്ങൾ സാമ്പത്തികമായി പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഇതിനെ അതിജീവിക്കാൻ അവരെ ഒരു സ്വന്തം കാലിൽ നിർത്തുവാൻ, അല്ലെ ഈ അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇത്തരം UDF മുന്നോട്ട് വെച്ചതായ ഈ ഒരു പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ബസ്സുകളിലെ സൗജന്യം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാത്രമാണുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇന്ന് തൊഴിലില്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ആശ്രയിച്ച് ഒക്കെ ജീവിക്കുന്നതായ സ്ത്രീകൾ, അവർക്ക് ഇത്തരത്തിലുള്ള ഒരു യാത്രാ സൗജന്യം കിട്ടുന്ന അവർക്ക് വലിയൊരു
ആ ഒരു ബാധ്യത സർക്കാർ ഏറ്റെടുക്കാം എന്നുള്ളതാണല്ലോ UDF മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. ഞങ്ങൾ ആ ബാധ്യത ഏറ്റെടുക്കും, ഞങ്ങൾ അതിനുള്ള സമ്പത്ത് കണ്ടെത്തുക, അത്തരം ഒരു തൻ്റെ ഇടം മുന്നോട്ട് വെക്കുക. അപ്പം സ്ത്രീകളെ കരുതുന്ന ഒരു ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ട പ്രാമുഖ്യം കൊടുക്കാത്ത ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് നമുക്കതിനെ കാണും. മാത്രമല്ല പെൺകുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് പ്രതിമാസം ഇത് കൊടുക്കുന്നു, അവർക്കൊരു ക്യാഷ് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ മാത്രമല്ല അവർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ 2-3 കാര്യങ്ങൾ, ഒന്ന് സ്ത്രീകൾക്ക് കിട്ടുന്നതായ ഒരു അംഗീകാരം, 2 പ്രായമുള്ള ആളുകൾക്ക് കിട്ടുന്നതായ ഇൻഷുറൻസിലൂടെ കിട്ടുന്നതായ ഒരു അംഗീകാരം, പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നതായ ഒരു അംഗീകാരം, ഇതിനെ ഒരു അംഗീകാരമായിട്ട് നമുക്ക് തന്നെ കാണാം. ആ ഒരു ബാധ്യത സർക്കാർ ഏറ്റെടുക്കാം എന്നുള്ളതാണല്ലോ UDF മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. ഞങ്ങൾ ആ ബാധ്യത ഏറ്റെടുക്കും, ഞങ്ങൾ അതിനുള്ള സമ്പത്ത് കണ്ടെത്തുക, അത്തരം ഒരു തൻ്റെ ഇടം മുന്നോട്ട് വെക്കുക. അപ്പം സ്ത്രീകളെ കരുതുന്ന ഒരു ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ട പ്രാമുഖ്യം കൊടുക്കാത്ത ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് നമുക്കതിനെ കാണും. മാത്രമല്ല പെൺകുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് പ്രതിമാസം ഇത് കൊടുക്കുന്നു, അവർക്കൊരു ക്യാഷ് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ മാത്രമല്ല അവർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ 2-3 കാര്യങ്ങൾ, ഒന്ന് സ്ത്രീകൾക്ക് കിട്ടുന്നതായ ഒരു അംഗീകാരം, 2 പ്രായമുള്ള ആളുകൾക്ക് കിട്ടുന്നതായ ഇൻഷുറൻസിലൂടെ കിട്ടുന്നതായ ഒരു അംഗീകാരം, പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നതായ ഒരു അംഗീകാരം, ഇതിനെ ഒരു അംഗീകാരമായിട്ട് നമുക്ക് തന്നെ കാണാം. പക്ഷേ ഈ വിഷയത്തിനേക്കാൾ ഉപരി മറ്റൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത്, ഞാൻ UDFനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയല്ല, അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചും ഈ നേരത്തെ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചത് ഈ ശബരിമല വിഷയമായിരുന്നു, സ്ത്രീ പ്രവേശന വിഷയമായിരുന്നു ഉന്നയിച്ചത്. എന്നാൽ ഇത്തവണ ഞാൻ ഈ പലയിടത്ത് കണ്ട ഈ സ്വർണ്ണക്കൊള്ള വിഷയമാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ UDF മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തെ കലാശക്കൂട്ടിൽ അത് കേൾക്കുന്ന പാട്ടല്ല, അത് മാത്രമല്ല മറ്റൊരു വിഷയത്തെ അവർ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? ധാരാളം വിഷയം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ 5 വർഷക്കാലം. യഥാർത്ഥത്തിൽ നമ്മുടെ പത്തനംതിട്ട ജില്ല പോലുള്ള ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അതൊരു വൈകാരികമായ ഒരു വിഷയമാണ്. ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളെ അണിനിരത്താവുന്ന ഏറ്റവും ഫലപ്രദമായൊരു വിഷയമാണ് ഈ സ്വർണ്ണക്കൊള്ള. അത് ഒരാൾക്കും, ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാനാവാത്ത ഒരു പ്രയാസം. പ്രത്യേകിച്ച് ഒരു CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്നു. അതൊരു വൈകാരിക പ്രശ്നം. സ്ത്രീ പ്രവേശനത്തിന് അപ്പുറത്ത് ശബരിമലയിലെ സ്വർണം മുഴുവൻ കൊള്ള ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ ഇതാ ഏത് വിശ്വാസിക്കാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അതുകൊണ്ട് ഇത് ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളെ വൈകാരികമായിട്ട് സ്വാധീനിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് പത്തനംതിട്ട ജില്ല സംസ്ഥാനം ഒട്ടുകൊണ്ട്, എന്നാൽ പത്തനംതിട്ട ജില്ല പോലുള്ള ഒരു ജില്ലയിൽ ഇത് ഒരു മറ്റു വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലം LDFനെതിരെ പറയാൻ ധാരാളം വിഷയം ഉണ്ടായിരുന്നു. നമുക്ക് കേരളയിൽ വിഷയം ഉണ്ടായിരുന്നു, ഈ ദൂർത്ത് ഉണ്ടായിരുന്നു, സാമ്പത്തിക ദൂർത്ത് ധാരാളം ഉണ്ടെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു, ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് ടാക്സ് വിഷയങ്ങളുണ്ടായിരുന്നു, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് വലിയ, അത് CPM ഉള്ളവർക്കും അറിയാം ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊരു കാര്യം. കാരണം സർക്കാർ ജോലിക്കാർക്കാണെങ്കിലും ശരി, എല്ലാ മേഖലയിലും ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു പറയാം. പക്ഷെങ്കിൽ ആ വിഷയങ്ങളെ ഒന്നും അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. അത് ഞാൻ ജനങ്ങളിതിന് മനസ്സിലാക്കുന്നത് ഇത് ജനങ്ങളുടെ മനസ്സിൽ കത്തുക ഈ വിഷയങ്ങൾ. കാര്യം കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ ഓരോ വിഷയവും ജനങ്ങളുടെ മനസ്സിൽ കത്തി നിൽക്കുക. അത് കത്തിക്കത്തില്ല, കത്തി നിൽക്കുക. കാരണം ഞാൻ പറയും, ഇവിടുത്തെ ദൂർത്ത് ഓരോ ഘട്ടങ്ങളിലുണ്ട്. PR വർക്ക് ഉൾപ്പെടെയുള്ളതായ ദൂർത്ത്. ശബരിമലയിൽ ഒരു അയ്യപ്പ സംഗമം നടത്തിയതിന് തന്നെയാണ് 10 ലക്ഷത്തോളം രൂപ ചെലവായി. ദൂർത്ത് വളരെ ദൂരത്തായിരുന്നു. ഇത് ആ ദൂരത്തിന് എന്തുകൊണ്ട് കാണിച്ചില്ല? പത്തനംതിട്ട ജില്ല പോലുള്ള ഒരു ജില്ലയെ സംബന്ധിച്ച് ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവജനങ്ങൾ
ജനങ്ങൾ മുഴുവൻ നാട് വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ ആകെ വൃദ്ധരായ ആളുകൾ വീടുകളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. നമ്മൾ പത്തനംതിട്ട മുതൽ തിരുവല്ല വരെ യാത്ര ചെയ്താൽ വസ്തു വീട് വിൽപ്പനയ്ക്ക് എന്നുള്ള ബോർഡാണ് എല്ലാം വെച്ചിരിക്കുന്നത്. യുവജനങ്ങൾ നേരിടുന്നത് അവർക്കൊരു സംരംഭം തുടങ്ങാൻ പറ്റുന്നില്ല. PSC 1ാം റാങ്ക് നേടിയ ഒരാൾക്ക് പോലും ജോലി കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുക. ഇത് മാത്രമല്ല, ഇപ്പം ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ ഞാൻ പറഞ്ഞു കേരളയിൽ വിഷയം പറഞ്ഞു. ജില്ലയെ വിട്ടിട്ട് പൊതുവായിട്ടുള്ള സംസ്ഥാനത്തിൽ ഒട്ടേറെ വിഷയം എടുക്കുമ്പോൾ തന്നെയും ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് കേരളയിൽ നമുക്ക് തൊട്ടടുത്ത് ചെങ്ങന്നൂരും പത്തനംതിട്ടയും ബാധിക്കുന്നൊരു വിഷയമായിരുന്നു. ഒരു വലിയ ജനസമൂഹം അത് പാർട്ടി ഭേദമന്യേ എതിർപ്പായിരുന്നു. പക്ഷേ ആ വിഷയം അന്നത്തോടെ അവസാനിച്ചു. അതേപോലെ തന്നെ നമ്മൾ ജനങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്ന ജനങ്ങളിൽ നിന്ന് എനിക്കറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ചില പരാമർശങ്ങൾ വളരെ മോശമായി ജനങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ നിഷേധിക്കുക ഞാനത് പറഞ്ഞില്ല എന്ന് ചെയ്യും. പക്ഷേ ഇന്ന് ജനങ്ങൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നികൃഷ്ട ജീവികൾ, ബഹുമാന്യരായ ആളുകൾ, നികൃഷ്ട ജീവികൾ, ചെറ്റകൾ. ഏറ്റവും അവസാനം നമ്മൾ കേട്ട ഡാഷ് മോനെ മാത്രം ഈ ഒരു കോന്നിയിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നതിനിടയ്ക്ക് ചോദിക്കുന്നു, ഒരു ചോദ്യം ചോദിക്കാൻ ആരംഭിക്കുമ്പോൾ പറയുന്നു വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നു, ചെറ്റകളെന്ന് സംബോധന ചെയ്യുന്നു. ഇത് നമ്മൾ ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് കടക്കോ പുറത്തെന്ന് പറയുന്നു. ഇതിനകത്തൊരു മറ്റൊരു സവിശേഷതയുണ്ടോ, ഉമ്മൻചാണ്ടി പോലെ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി കഴിഞ്ഞിട്ടാണ് ഒരു പുതിയ മുഖ്യമന്ത്രി വരുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഇത്തരം മോശം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ഒത്തിരി ആളുകളോട് സംസാരിക്കുന്നതിന് ഇതൊക്കെ ഇനി ചർച്ച ആളുകളുടെ മനസ്സിൽ കടന്ന് ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ബാലറ്റ് ബോക്സ് കിട്ടിയാൽ വോട്ട് ചെയ്യാൻ UDF അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് വിരുദ്ധത ജനങ്ങളുടെ നന്നായിട്ടുണ്ട്. അത് ആളുകളുടെ മനസ്സിൽ കത്തി നിൽക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അങ്ങനൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള കാര്യത്തെപ്പറ്റി ഈ പറയുന്ന പ്രചരണത്തിൽ ഞാനെങ്ങും കണ്ടില്ല. പലയിടത്തും ഈ സ്വർണ്ണക്കൊള്ള വിഷയം പറയുന്നുണ്ട്. അല്ല, ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഭാഷ വളരെ മോശമായ ഭാഷ പലപ്പോഴും ഉപയോഗിക്കുന്നു. ജനങ്ങളോടുള്ള സമീപനം ഇതാണ് വളരെയധികം ദൂർത്തുണ്ടായിരുന്നു. എവിടെയും പൈസ, എന്തിനും ദൂർത്താണ് കണക്കുകൾ. ഈ 5 വർഷക്കാലം പിന്നെ ഈ ആശാവർക്കർമാരുടെ സമരം, ആ സമരത്തിൽ ഒരു ഒറ്റ വാക്കുകൊണ്ട് തീരാവുന്ന വിഷയങ്ങളൊക്കെ ഉള്ളൂ. അവരെ വിളിച്ച് സംസാരിച്ച് ചർച്ച നടത്തുക, സമരം കൊണ്ട് പ്രതികരണം, യുവജനങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒക്കെ അടിച്ചമർത്തുകയാണ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ ഈ പറഞ്ഞ മതി സമരമായിട്ട് വരുമ്പോൾ അവരെ പാർട്ടിക്കാർ കൈകാര്യം ചെയ്യുന്നു. ഇതൊക്കെ വലിയ ജനങ്ങൾ പാർട്ടിക്കാർ കൈകാര്യം ചെയ്യുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ അത്ര ധാരാളം വിഷയങ്ങളുണ്ടായിരുന്നു ഈ UDF ഉന്നയിക്കാൻ വേണ്ടി. ആ വിഷയം ഒന്നൊന്നായിട്ട് പറയുന്നു, ജനങ്ങളുടെ മനസ്സ് കത്തി നിൽക്കുക എന്ന് പറയുന്നു. ഈ ജനങ്ങൾക്ക് ഒന്ന് കിട്ടുമ്പോൾ അടുത്ത് വരുമ്പോഴത്തേക്ക് പലതും മറന്നു പോവല്ലേ. ഒന്ന് വരുമ്പോൾ അടുത്ത വിഷയം വരുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മറന്നു പോകുന്നു. ആ മറന്നു പോകാതെ അത് ഓർമ്മിപ്പിക്കാനുള്ള അവസരമാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇലക്ഷൻ ക്യാമ്പയിനിൽ ഈ വിഷയങ്ങളൊക്കെ സജീവമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ആളുകളുടെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിൽ, ചർച്ചകളിൽ, പിന്നെ പത്രങ്ങളിൽ കൊടുക്കുന്നതായ അഭിമുഖങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഗൗരവമായിട്ട് സമീപിക്കുന്നുണ്ട്. പക്ഷേ മാത്രമല്ല ഇതിനെയൊക്കെ ജനങ്ങൾ ഇതിനെയൊക്കെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഗൗരവമായിട്ട് ജനങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരത്തിലൂടെ ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പറയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും 3ാം തവണയും LDF വരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല, അല്ലേ? അത് പറയാതിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഈ ജനങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് സാം പറയുമ്പോൾ അത് അവർ പ്രതികരിക്കും. അവരുടെ ഉള്ളിലുണ്ട്, അവരുടെ ഉള്ളിൽ ആളി കത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ആളി കത്തിയില്ലെങ്കിൽ ഇതിനെന്നാണ് എൻ്റെ തോന്നല്. കാര്യം ആളുകളുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന അതെ ജനങ്ങളുടെ ഒരു നല്ല പ്രതികരണം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെങ്കിൽ അതേപോലെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നുള്ളതാണ് ഈ LDF അവകാശവാദം. ധാരാളം വികസന പ്രവർത്തനം നടത്തി. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം, അത് വലിയ പ്രൊജക്റ്റ് താപ്പോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ജില്ലയിലെ വരെ വരുമ്പോൾ ഒരുപാട് വികസന പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് അവകാശവാദമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. ആ വികസന പ്രവർത്തനങ്ങൾ ആണ് ജനങ്ങൾക്ക് മുമ്പിൽ ഉള്ളത്, അതോ ഈ ഭരണവിരുദ്ധ വികാരമാണ് ഉള്ളത് എന്നുള്ള ചോദ്യമാണ് അവസാനമായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന ഈ ഭരണവിരുദ്ധ വികാരത്തെ ഇടതുമുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് വരുത്തി തീർത്ത് അതിനെ മറികടക്കാനുള്ള ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. പക്ഷേ അവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളതൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം
ഈ കേരളത്തിൽ നടപ്പാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉമ്മൻചാണ്ടി ആരംഭിച്ച വികസന പ്രവർത്തനം. ഇപ്പം വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടിയുടെ ആശയമായിരുന്നു. ഉമ്മൻചാണ്ടി നടപ്പാക്കിയ ആരംഭം കുറിച്ചത് ഉമ്മൻചാണ്ടിയാണ്. മെട്രോ റെയിൽവേ ഉമ്മൻചാണ്ടിയാണ് ആരംഭം കുറിച്ചത്. നമ്മളിപ്പം പത്തനംതിട്ടയിലെ വന്നു കഴിഞ്ഞാൽ കോഴഞ്ചേരി പാലം ആരംഭം കുറിച്ചത് ഉദ്ഘാടനം ചെയ്തത് ശിവാസൻ നായരായിരുന്നു. സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആരംഭം കുറിക്കാൻ അത്തരത്തിലുള്ള ആശയ രൂപീകരണമൊക്കെ നടത്തിയത് UDF നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും UDF നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും ഒക്കെയാണ്. ഇല്ല, അവിടെ തെറ്റുണ്ട്. ഇപ്പം UDFൻ്റെ ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി MB ആരംഭിച്ചത് പൂർത്തിയാക്കിയിട്ടില്ല, ഇട്ടു. പിന്നെ ഈ സമയം കിഫ്ബി വഴി അവർ കൊണ്ടുവന്നൊരു പ്രൊജക്റ്റാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞു. പിന്നെ KSRTC ബസ് സ്റ്റാൻഡും ഈ ശിവദാസ് നായർ സാറ് ഇത് തുടങ്ങണമെന്ന് ആശയം കൊണ്ടുവന്നുള്ളൂ. പക്ഷെ പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്തവർ തന്നെയാണ്, LDF തന്നെയാണ്. പിന്നീട് ഫണ്ട് കൊണ്ടുവന്ന പണി കംപ്ലീറ്റ് ചെയ്തവരാണ്. ഇതിനകത്തൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഏറ്റവും അവസാന ഘട്ടത്തിലൊരു ഈ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഒരു പലതിൻ്റെ പകുതി ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഇത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇതിൻ്റെയൊക്കെ ചായം പൂശി എനിക്ക് തോന്നി ഇതിനെയൊക്കെ ബലക്ഷയം നേരിടത്തക്ക വിധത്തിൽ വേഗതയിൽ നിർമ്മാണം പൂർത്തിയാക്കി ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് ഒരു തിരിച്ചടിയായിട്ടുണ്ട്. അപ്പോൾ ആളുകൾ പൊതുവെ മനസ്സിലാക്കി ഇതൊരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് എന്നൊരു തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നുന്നത്. അതുകൊണ്ട് ആ വികസന മുന്നേറ്റത്തെ ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യ കൊണ്ട് അതിനെ ഇല്ലാതാക്കി എന്നാണ് എൻ്റെ ഒരു. അപ്പോൾ അടുത്ത രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം. കാരണം പെട്ടെന്ന് തന്നെ ഈ പണികൾ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ആറന്മുള നിയോജകമണ്ഡലത്തിലുള്ള പല പദ്ധതികളും പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കി. അബാൻമാർ പാലം, സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം, ആശുപത്രി നിർമ്മാണം, കോഴഞ്ചേരി പാലം, ഇങ്ങനെ ധാരാളമുണ്ട്. അപ്പോൾ പറയുമ്പം ഇതെല്ലാം ഓരോ വികസന പ്രൊജക്റ്റിലാണ്. പക്ഷേങ്കിൽ പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണ് ഇതിൽ പലതും പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇത് നേരത്തെ പൂർത്തിയാക്കിയിരുന്നു എങ്കിൽ വീണ ജോർജിന് ഈ ഇലക്ഷനിൽ ഒരു ടൈറ്റ് മത്സരത്തിലേക്ക് വരേണ്ടി വരുമായിരുന്നു. ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അവരത് നേരത്തെ ഇത് തീർക്കാനുള്ള നടപടി എടുക്കണമായിരുന്നു. അതിലാണ് ഒരു MLA ശ്രദ്ധിക്കേണ്ടിയത്. അതിൽ ഒരു MLA പരാജയപ്പെട്ടു പോയി. കാര്യം അതാണ് വീണ ജോർജിന്റെ പരാജയം എന്ന് പറയുന്നത്. നേരത്തെ അത് തീർത്തിരുന്നെങ്കിൽ ഇത്രയും ഒരു എതിർപ്പുകൾ അവരുടെ ഒരു പരാജയം. ഒരു MLA എന്ന നിലയിൽ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ 5 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് 10 വർഷം തുടർച്ചയായിട്ട് ലഭിച്ചു. ഈ 10 വർഷം കഴിയുന്നതിന് പൂർത്തിയാക്കുവാൻ കഴിയണമായി. അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് MLAയുടെ വീഴ്ച. പക്ഷെ അവസാന ഘട്ടത്തിൽ ഈ പറഞ്ഞ മാതിരി കൊണ്ടുവന്ന് പെട്ടെന്ന് പണി ഉദ്ഘാടനത്തിന് വേണ്ടി പണി പൂർത്തിയാക്കുകയാണ് എന്നുള്ള ഒരു സാഹചര്യം വന്നതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടി എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു വീണ ജോർജിന് മറ്റൊരു ഈ തെരഞ്ഞെടുപ്പിന് നെഗറ്റീവായിട്ട് വന്ന കണ്ണൂർ വിഷയം. അതെ, വീണ ജോർജിന് അത് ജനങ്ങളുടെ ഇടയിൽ വല്ലാതെ അത് ബാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ അതിനെ ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. വീണ ജോർജ് തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കണ്ണൂരിലെ വിഷയമാണ്. അത് മാത്രമല്ല KSUകാർ കുട്ടികളെ അനാവശ്യമായി ജയിലിൽ ഇടേണ്ട സ്ഥിതിവിശേഷം വരെ ഉണ്ട്. അതൊരു ജനങ്ങളുടെ ഇടയിൽ ഒരു വല്ലാത്തൊരു മോശമായ പ്രതികരണം ഉണ്ടായി. അത്തരം പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരം വലിയ ടൈറ്റ് മത്സരത്തിലേക്ക് പോകുമായിരുന്നു. മത്സരം എന്തായാലും അബിൻ വർക്കി വന്നതോടുകൂടി മത്സരം ശക്തമായി. അത് ഈ ഇത് ഉണ്ടായിരുന്നെങ്കിലും അബിൻ വർക്കിയെ പോലുള്ള ഒരു മെച്ചപ്പെട്ട കാൻഡിഡേറ്റിനെ പത്തനംതിട്ടയിൽ അവതരിപ്പിക്കാൻ അത് പറയുമ്പോൾ ഇമേജുണ്ട്. അയാളുടെ ഒരു ഇമേജും യുവജനങ്ങളുടെ ഒരു ആവേശവും. അല്ല, അന്നേരം മറ്റു വിഷയങ്ങളുണ്ട്. ഇപ്പം പത്തനംതിട്ടയിൽ മത്സരിക്കാൻ യോഗ്യരായ ഒരാളില്ലാഞ്ഞിട്ടാണോ അബിൻ വർക്കിയെ പത്തനംതിട്ട കൊണ്ടുകൊണ്ട് വന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നമുക്ക് തിരിച്ചു ചോദിക്കാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴക്കാരൻ തോമസ് ഐസക് ഇവിടെ വന്ന് മത്സരിച്ചു. പത്തനംതിട്ടയിൽ ആരും ഇല്ലാഞ്ഞിട്ടാണോ എന്നൊരു ചോദ്യം. റാന്നിയിൽ വേറെ LDFന് ആരെയും കാൻഡിഡേറ്റ് ഇല്ലാതിരുന്നിട്ടാണോ ആലപ്പുഴക്കാരനായ ഇപ്പം അടൂരിൽ LDFന് വേറെ കാൻഡിഡേറ്റ് ഇല്ലാഞ്ഞിട്ടാണോ കൊല്ലം ജില്ലക്കാരെയായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ കൊണ്ടു? സ്വാഭാവികമായ ചോദ്യം. പക്ഷേ പത്തനംതിട്ടയിലെ ആറന്മുള മണ്ഡലത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞാൽ ഇവിടെ
പലതവണ മത്സരിക്കാൻ വേണ്ടി യോഗ്യരായ ആൾക്കാരെ അവർ എന്താ പറയുന്നത് സീറ്റ് തരും എന്നുള്ള ഉറപ്പ് കൊടുത്ത് സീനിയർ നേതാക്കന്മാരുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ നഗരത്തിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കളായ നമ്മുടെ ഏറ്റവും സുഹൃത്തുക്കൾ കക്ഷികൾ ഇവരെ കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് ഒരു വിഷമമുണ്ട്. കാരണം ഇവരൊക്കെ എത്ര വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ പാർട്ടിക്കകത്ത് നിന്നിട്ട് ഉള്ള ചവിട്ടും അടിയും ഒക്കെ കൊണ്ട് ഈ പാർട്ടിയെ വളർത്തി ഉള്ള സമരത്തിനെല്ലാം മുൻകൂട്ടി നിന്ന് സാമ്പത്തിക കടബാധ്യത ഒരുപാടുണ്ട് ഇവർക്കൊക്കെ. കാരണം പാർട്ടിക്ക് വേണ്ടി കളിച്ച പാർട്ടിക്ക് ചിലവാക്കിയ പൈസയാണ്. പക്ഷേ ഒരു സാഹചര്യം വന്നപ്പോൾ അവരെ എന്താ പറയുന്നത് ദാരുണമായ രീതിയിൽ അവരെ അവഗണിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിനകത്ത് ഞാൻ പറയുന്നു, ഇപ്പോൾ എം പി ആൻ്റണി ഇവിടെ വന്നു. ആൻ്റണി വന്ന ശേഷം ഇപ്പം MP സ്ഥാനം വീണ്ടും വേണമെന്ന് പലതവണ ആവശ്യപ്പെട്ടതിന് കൊടുത്തോ? കിട്ടിയില്ല. കഴിഞ്ഞ തവണ പോലും ഈ ജില്ലയുള്ള പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ട് നടന്നില്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന അബിൻ വർക്കി അങ്ങ് വിജയിച്ചു എന്ന് വയ്ക്കട്ടെ, നമ്മുടെ ഒരു എന്താ പറയുക അഡ്വാൻസായിട്ട് വിജയിച്ചു എന്ന് ഇരിക്കട്ടെ. ഈ പറയുന്ന ജില്ലയിൽ ആർക്കെങ്കിലും പിന്നൊരു അവസരം ഉടനെ വല്ല ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇവരുടെ മനസ്സിൽ കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിൽ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു വിങ്ങലൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അത് ശരി, വസ്തുതാപരമല്ല അങ്ങനെ ഒരു ചിന്ത ശരിയാണ്. ഒന്ന്, ഒരു സ്ഥാനാർത്ഥിയെ ഒരു പാർട്ടി, ഏത് പാർട്ടിയായാലും സ്ഥാനാർത്ഥിയെ ഒരു പാർട്ടി പരിഗണിക്കുന്നത് വിജയസാധ്യത. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുമ്പോൾ അയാളുടെ വ്യക്തിപ്രഭാവം, അയാളുടെ സമൂഹത്തിലുള്ള കോൺട്രിബ്യൂഷൻ, ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം, ഇതൊക്കെ ഏറ്റവും സുപ്രധാനമാണ്. അത്തരത്തിൽ പാർട്ടി പല ഘടകങ്ങൾ വിലയിരുത്തി ആണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ അതിനെ സ്വീകരിക്കും. കാരണം അയാളുടെ വ്യക്തി പ്രഭാവമൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി. ഇല്ല, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്താ കാര്യം ചോദിച്ചാൽ അദ്ദേഹം പത്തനംതിട്ടയിൽ പ്രവർത്തിച്ചിട്ട് പരിചയമില്ല ആളല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലേക്ക് വന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്ന അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സ്വാധീനമല്ലാതെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഞാനത് കണ്ടത്, ഞാൻ ജില്ലയിലുടനീളം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. മുൻപൊരിക്കലും ഉണ്ടാവാത്ത വിധത്തിലുള്ള ഒരു ഐക്യം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ ഇടയിലും പ്രവർത്തകരുടെ ഇടയിലും ഉണ്ട്. കാരണം 10 വർഷം അനുഭവിച്ചതായ ഒരു ദുരിതം, ജനങ്ങൾ അനുഭവിച്ച ദുരിതമുണ്ട്, നേതാക്കന്മാർ അനുഭവിച്ച ദുരിതങ്ങളുണ്ട്, സാധാരണ പ്രവർത്തകർ അനുഭവിച്ച ദുരിതങ്ങളുണ്ട്. ഈ സാധാരണ പ്രവർത്തകർ നേതാക്കന്മാർ തന്നെയാണ് ജനത്തിൻ്റെ പ്രതിനിധികളുമാണ് അവർ. അപ്പോൾ അത്തരത്തിൽ അവരനുഭവിച്ച ഈ സങ്കടങ്ങൾ അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തുക. ഇനിയും ഒരു ഇടതു ഭരണം ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി അവർ ഒന്നിച്ച് നിൽക്കുക. ഇതിനകത്ത് പുറത്തുനിന്ന് കാൻഡിഡേറ്റ് വന്നെന്നോ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് അത്ര പ്രവർത്തനം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാ മേഖലയിലും എല്ലാവരും പ്രവർത്തിക്കാൻ വേണ്ടി പണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വേറൊരു കാര്യമുണ്ട്, AICCയുടെ നിരീക്ഷകന്മാർ എല്ലാ നിയോജക മണ്ഡലത്തിലും വന്ന് ഒരു കർശനമായ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. എവിടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി. പറഞ്ഞതിനകത്ത് ഈ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും തന്നെ പ്രവർത്തനത്തിൽ ഇത്തവണ രംഗത്തുണ്ട്, ഇല്ലെന്ന് പറയാൻ നിഷേധിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഇനി ഭരണം കിട്ടണമെന്നുള്ള ആഗ്രഹം എല്ലാ പ്രവർത്തകർക്കും ഉണ്ട്, നേതാക്കന്മാർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടല്ലേ റെബലൊന്നും ഇത്തവണ ഇല്ലാതെ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. അതിനെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ പാർട്ടിക്ക് പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം മുന്നിൽ നിൽക്കുന്നത്. പറ്റുന്നുണ്ട്. അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും നല്ല വർക്ക് നടക്കുന്നുണ്ടെന്ന് എൻ്റെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴാണ് ജില്ലയിൽ നേരത്തെ നമുക്ക് 5 നിയോജകമണ്ഡലത്തിൽ 5ഉം UDF കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അത് 1 മാറി, പിന്നീട് ഒന്നുമില്ലാതെ മാറി. ഇപ്പോൾ 5ഉം കിട്ടുമെന്നാണ് പറയുന്നത്. കിട്ടുമെന്നാണ് UDF ഒരു പ്രതീക്ഷ. ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതായ വിഷയങ്ങളൊക്കെ ജനങ്ങളുടെ ഇടയിൽ ശക്തമായിട്ട് പ്രതികരണങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന പ്രാദേശികമായ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഉണ്ടാകുന്ന വികസനമില്ലായ്മ. പിന്നൊരു ജനങ്ങൾ നേരിടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതായ സാധനങ്ങൾ, കാർഷിക ഉൽപ്പാദനം, റബ്ബർ ഉൾപ്പെടെയുള്ള ബലത്തകർച്ച ഉണ്ടാകുന്നു. അവർ കൊടുക്കുന്ന ഒരു കർഷകൻ കൊടുക്കുന്ന സാധനങ്ങൾക്ക് വിലയില്ല. അതേ സമയത്ത് തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വളരെയധികം വർദ്ധിക്കുകയും, തൊഴിലാളിയുടെ കൂലി ഉൾപ്പെടെ മാത്രമല്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്തു. അപ്പം നമുക്കിപ്പം ഇന്ധന വില വർദ്ധിച്ചു.
പാചകവാതകത്തിന്റെ വില, വില വർദ്ധിച്ചു. നിത്യോപസാരത്തിന് എല്ലാത്തിനും വില വർദ്ധിച്ചു. നികുതി എല്ലാം വർദ്ധിച്ചു. കെട്ടിട നികുതി ഉൾപ്പെടെയുള്ളതായ എല്ലാ നികുതികളും വർദ്ധിച്ചു. ഇലക്ട്രിസിറ്റി ബിൽ ചാർജ് വർദ്ധിച്ചു. ഇങ്ങനെ ഒത്തിരി നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന നിത്യജീവിതത്തിൽ അനുഭവിക്കുന്നതായ എല്ലാത്തിനും വില വർദ്ധിച്ചു. പക്ഷേ വിലയില്ലാതെ ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വിലയില്ലാതായി മാറിയിട്ട് കർഷകരൊക്കെ വല്ലാതെ ഭാരപ്പെടും. നമ്മുടെ യുവജനങ്ങളൊക്കെ നാട് വിട്ടു പോകുന്ന അവസ്ഥയാണ്. ഇതൊക്കെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പോകുമ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ പോണ്ടി വരും. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനെ അത് കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം പെങ്കുചൊരെണ്ണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട.